ഹലോ, വൈഫൈ വെച്ചോ എന്ന് പറയുക. ഈ നിങ്ങൾക്കറിയില്ല വൈഫൈ അതുപോലെ വൈഫൈ ഇല്ലെന്ന് പറയുന്നത് ക്യാമറ റെക്കോർഡ് ആവുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം ക്യാമറ റെക്കോർഡ് ആവും. ഇവിടെ ഇൻവെർട്ടർ ഉണ്ട്, കറണ്ട് പോകത്തില്ല ക്യാമറയുടെ. അപ്പൊ ഈ വൈഫൈ ഇല്ലെങ്കിൽ നമ്മുടെ ക്യാമറ റെക്കോർഡ് ആവും. ഇതുവരെ അങ്ങനെയാണ്, ക്യാമറ റെക്കോർഡ് ആയിക്കൊണ്ടേയിരിക്കും. വൈഫൈ പ്രശ്നമല്ല, വൈഫൈ ഇല്ലെങ്കിൽ വൈഫൈ വരുമ്പോൾ നമുക്ക് ക്യാമറയുടെ കൂട്ടായിട്ട് റിട്രീവ് ചെയ്യാൻ പറ്റും. ഇത് പുതിയ രോഗമാണ്. അപ്പൊ മനഃപൂർവ്വം ചെയ്യാം, കൂട്ടായി ഇല്ലാതെ വെച്ചാൽ വേണ്ടി എന്തോ മനഃപൂർവ്വം ചെയ്യുന്നത്, എന്തോ ചെയ്യുന്നത്. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നിങ്ങൾക്ക് ഞാൻ സാധ്യതയില്ലേ മാസം മാസം ഞാൻ എന്റെ വീട്ടിലെ 3 ക്യാമറ എന്റെ വീട്ടിലെ തന്നെ, അല്ലാതെ കണ്ടെത്താനൊന്നുമില്ല. എന്താ കഥയുണ്ടാക്കുന്നില്ല. ഈ 3 ക്യാമറ എന്റെ വീട്ടിലെ ക്യാമറ തന്നെ. ഇതൊക്കെ എന്റെ ഫ്രണ്ടിന്റെ ക്യാമറ നോക്കിയിട്ട് ആരാണിക്കോട്ടോ എന്റെ അല്ലാത്ത വീട്ടിലോട്ട് കയറണ്ടേ? അല്ലാത്ത ഈ ഫ്രണ്ടിന്റെ മുന്നിലെ ക്യാമറയുടെ മുന്നിലോട്ട് വരണമല്ലോ. വരുന്ന വേണ്ടി ഇങ്ങോട്ട് വരണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കള പണിയുന്നെങ്കിൽ ഇത് കൊടുക്കോ? ഇത് വല്ലാത്ത രോഗമായി മാറിയിരിക്കുക. എന്താ രോഗമെന്ന് അറിയത്തില്ല. ഇത് 3 ക്യാമറ ഉണ്ടെങ്കിൽ 3 സ്ഥാനത്തുള്ള വേണ്ടിയിട്ട് കഥകൾ ഉണ്ടാക്കുക. പല രോഗങ്ങളാണ്, പല ക്ലിനിക്കൽ ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. വല്ലാത്ത ശല്യമായിട്ട് മാറിയിരിക്കുക. ഇങ്ങനെയാണെങ്കിൽ ഇതുപോലെ ക്ലിനിക്കുകൾ കുറെ എണ്ണമുണ്ട്. ഒരു വാണിമന്ദിരത്തിൽ കുറെ എണ്ണം വന്നു നിൽപ്പ 6 പേര് വെച്ച് ആണുങ്ങൾ 10 ആണുങ്ങൾ ഇനി വരിക, അവിടെ കയറി ഇങ്ങനെ നിൽക്കുക. ഇത് വല്ലാത്ത ശല്യമായിട്ട് മാറിയിരിക്കുക. 1-2 ആണുങ്ങളല്ല വാണിമന്ദിരത്തിൽ ഭയങ്കര 6 പേര് വെച്ച് 10 50 എണ്ണം വന്ന് അങ്ങോട്ട് കയറി നമ്മളൊക്കെ വേണം. നമ്മുടെ വീട്ടിൽ വരുന്ന അറിയോമാരൊക്കെ അവരുടെ വീട്ടിൽ വരുന്നത് നമ്മളൊക്കെ വേണം. നമ്മുടെ വീട്ടിൽ വരുന്നത് നമ്മുടെ ജോലി ചെയ്യും, തെളിവുണ്ട്. ഇതെന്തോ നാശമെന്ന് പറഞ്ഞേ. ക്യാമറ ഓക്കെ എന്തോ ഉണ്ടാക്കും അവന്മാര്. എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന്? ക്യാമറയുടെ കുഴപ്പമൊന്നുമില്ല, യാതൊരു കുഴപ്പമില്ല. ക്യാമറ ഇതുപോലെ കണ്ടുവച്ചാൽ ഡൽഹി വന്ന രോഗമുള്ളതാണ്. അതുകൊണ്ട് നോക്കാൻ ഈ ക്യാമറയ്ക്കൊന്നും ഒരു കുഴപ്പമില്ലെന്നുള്ളത്. ക്യാമറയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇത് തന്നെ ഡൽഹിയിൽ ചെയ്തായിരിക്കും. ഞാൻ ഡൽഹിയിലായപ്പോൾ ഇതുപോലെ തന്നെ ആയിരുന്നു. ക്യാമറ ഓഫ് ചെയ്യുക, കുറെ എഡിറ്റിങ്ങിനും പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എഡിറ്റിങ്ങിന് വേണ്ടി സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ഇതാക്കുക. എന്താണെന്ന് അറിയത്തില്ല. ഉണ്ട്, ഇതെല്ലാം അല്ലാതെ കുറെ ക്രിമിനലുകളില്ലയോ? കുറെ സൈബർ ക്രിമിനൽസുകൾ ഇങ്ങനെ നടക്കുക. എന്റെ വാട്സപ്പ് ഒക്കെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറെ നമ്മുടെ വാട്സപ്പിനകത്തൊക്കെ ഉള്ളത് നമുക്കറിയാം. നമ്മൾ ഫേസ്ബുക്കിനകത്ത് എപ്പോഴും സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. വാട്സപ്പ് നമ്മുടെ യൂട്യൂബ് അപ്ലോഡ് ആകത്തില്ല. പുതിയ നമ്മൾ അപ്ലോഡ് ആക്കിയാൽ യൂട്യൂബിനകത്ത് അപ്ലോഡ് ആക്കത്തില്ല. എന്തോ ഞാനും ഫയൽ ചെയ്തതായോ ഇതിനെക്കാട്ടി മുന്നേ ഇവിടെ BSNL വല്ല 2014 തന്നെ BSNL ടൈപ്പ് ചെയ്ത് ഫയൽ ചെയ്ത് അപ്ലോഡ് ചെയ്തോണ്ടിരുന്ന. അപ്പൊ ഇപ്പൊ മോശം പോലെ ഇത്രയും വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങളെയൊക്കെ ഇപ്പോഴത്തെ വൈഫൈ എങ്ങനെയാ? ഫൈബറിൽ കൂടെ ഉള്ളത് ഒപ്റ്റിക് ഫൈബറിൽ കൂടെ ഉള്ള വൈഫൈ അല്ലയോ? അപ്പൊ അറിയാമല്ലോ സിഗ്നൽ എങ്ങനെയാണെന്നോ അതിന്റെ സിഗ്നൽസ് എന്തൊക്കെ നിങ്ങൾക്കും അറിയാമല്ലോ. എന്തോ അപ്ലോഡ് ചെയ്യാതിരിക്കാൻ എന്തെന്തോ അപ്ലോഡ് ചെയ്യാതിരിക്കാനൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്ക് നേരെ കൊണ്ട് അപ്ലോഡ് ആവും, ഡൗൺലോഡ് ആവും. ഇങ്ങനെ ഒരു കറക്കം പറഞ്ഞാൽ ഡൗൺലോഡ് ആവുക. ഇപ്പൊ ഒന്നും ഡൗൺലോഡ് ആവത്തില്ല, അപ്ലോഡ് ആവത്തില്ല. കുറെ ക്യാമറ എല്ലാം ഓഫ് ചെയ്തിട്ട് ഭയങ്കര രോഗങ്ങൾ തന്നെ രോഗം. എന്താണെന്ന് അറിയത്തില്ല, കുറെ രോഗമായിട്ട് കുറെ എണ്ണം നടക്കുക. നിങ്ങളെ കഴിഞ്ഞ് നമ്മൾ വൈഫൈ എത്ര മാസം കറക്റ്റായി കൊണ്ട് തരുന്നു? 500 രൂപ മാസം തരുന്നുണ്ട്. നമ്മുടെ ഇതിനകത്ത് നമ്മുടെ ക്യാമറ വെച്ചിട്ട് റിട്രീവിംഗ് വാങ്ങിക്കൊണ്ടിരിക്കുക. നമ്മുടെ ക്യാമറ കണ്ട പോകാത്ത കാര്യം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വൈഫൈ തരുന്നത് പോയാത്ത കാര്യം. നിങ്ങൾക്കറിയാതെ ഏത് വീട്ടിലോട്ടെ വൈഫൈ നമ്മൾ നിങ്ങളുടെ ഏത് വീട്ടിലോട്ടെ ആരെയും ഉപയോഗിക്കുന്ന ചെയ്യും. അതല്ല, ഞാനാണ് നിങ്ങളുടെ കയ്യിൽ വൈഫൈ വാങ്ങിക്കുന്നതെന്ന് അറിയത്തില്ലയോ? ഇവിടെ നിങ്ങൾക്ക് അതിനകത്ത് തെളിവുണ്ടല്ലോ എന്റെ പേരിലുള്ളതാണെന്നുള്ളത്, ശരിയോ? അല്ല, നിങ്ങളുടെ കയ്യിൽ വാങ്ങിച്ചത് ഞാനാണെന്നുണ്ടെങ്കിൽ തെളിവില്ലയോ? അതിനൊക്കെ തെളിവ് നമ്മൾ ഏതാണ്ടെല്ലാം ഇതാക്കിയതാണല്ലോ. ഫോമോ ഒക്കെ ഉണ്ടല്ലോ. ആ ആ ആ
അവന്മാർക്ക് വരുന്നത്. അവന്മാർക്ക് നമ്മുടെ വീട്ടിലോട്ടാണ് വരുന്നത്. ഒന്ന് പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലയോ? നിങ്ങൾ പറഞ്ഞു പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലയോ? നിങ്ങൾക്ക് പോലെയുള്ള പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ഇഷ്ടം പോലെ എന്താ ഇത്ര തോന്നിയാൽ കാണിക്കാം നമ്മളോട്. അത് നിങ്ങളെന്തായാലും അറിയണമല്ലോ. നിങ്ങളുടെ പൈസ വാങ്ങിച്ച് തോന്നിയാസം കാണിക്കുന്നത് എന്ന് നമ്മുടെ ക്യാമറ ഏതാ രോഗം നമുക്ക് അറിയുന്നില്ല. ചോട്ടുക അല്ലാതെ ഇങ്ങനെ ചോട്ടിക്കൊണ്ടിരിക്കുക. രോഗം ഭയങ്കരതാ. കുറെ ആൾക്കാരും അമ്മയും എല്ലാം ഫോട്ടോ ആത്ത് വെച്ചിട്ട് ഇങ്ങനെ കയറി നിൽക്കുക. വാലുവഴിച്ച് എന്തോ ഇത്ര വാലുവഴി കഴിച്ചില്ല. ഇത്ര വാലുവഴിയുണ്ട്. കുറെ അമ്മയും എല്ലാം ഫോൺ പിടിച്ച് നിൽക്കുക. പിന്നെ നമ്മുടെ ലേശം അടിക്കുക. നല്ല വേദന. നമ്മുടെ തലയിലെ മുടിയെല്ലാം പൊയ്ക്കുക. ലേശം അടിക്കുക. മോന്തത്തോട് ലേശം അടിക്കുക. അവിടെ രക്ഷമാതം എല്ലാം അണ്ണാക്കിനകത്തോട് അടിക്കുക. പല നമ്മളെ കളപ്പിക്കണം, മുടി പൊയ്ക്കണം. ഭയങ്കര രോഗമാണ്. 50 വയസ്സായാലും ഇനി ഞാൻ എന്തോ ചാവണം നൃത്തം പറയുന്നതാണ്. നിങ്ങളെന്നെ എത്രയോ നാളുകൊണ്ട് എന്തോ ഞാൻ കള്ളു കുടിക്കുന്നു, ഞാൻ എന്തോ പിന്നെ ഡ്രഗ്സ് അടിക്കുന്നു, എന്തെല്ലാം പറയുന്നത് അറിയോ? എന്തോ